നേരത്തെ പറഞ്ഞു ക്രൈസ്തവരെല്ലാവരും BJP പോവുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ തീർന്നില്ലേ? എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും അതിശക്തമായി ഫാസിസത്തെ എതിർക്കുകയാണ്. മണിപ്പൂരിലുണ്ടായ സംഭവങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും എല്ലാം അവരെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുകയാണ്. അതിശക്തമായിട്ടാണ് ഫാസിസത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ ഇവര് പോകുന്നത് പോലെ അവിടെ ചിഹ്നം പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. അതിനുള്ള ആ പ്രബുദ്ധത, രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിലെ ഏത് സ്ഥലത്തേക്കാൾ കൂടുതലുള്ള സ്ഥലമാണ് കോട്ടയം. ഒരു സംശയം ഞങ്ങൾക്ക് ആ കാര്യത്തിൽ. ആദായനികുതിയുടെ ഒരു നോട്ടീസ് വന്നില്ല. 1700 കോടിയോളം രൂപ കോൺഗ്രസിനെ ഇല്ലല്ലോ, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയല്ല, ജനങ്ങൾ അറിയുകയാണ്. ഒരു ഭരണകൂടം ആ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷ കക്ഷിയെ എങ്ങനെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ നോക്കുന്നു എന്നുള്ളതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാസിസത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് കാണുന്നത്. ഞങ്ങൾക്ക് പണമില്ല, രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പണമില്ല മത്സരിക്കാൻ. പക്ഷേ ജനങ്ങൾ ഞങ്ങൾക്ക് പണം തന്ന് സഹായിക്കും. ഞങ്ങളെയൊക്കെ ആളുകൾ വിളിക്കുകയാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളോട് ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്ക് ജനങ്ങൾ പണം തരും. ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ് നടത്തി സാധാരണക്കാരായ പാവങ്ങളായ കൂലിപ്പണിക്കാരുടെയും വീട്ടുജോലിക്ക് പോകുന്നവരുടെയൊക്കെ പണം കൊണ്ട്, അവർ നൽകുന്ന 50 രൂപയും 100 രൂപയും കൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തും. ഞങ്ങളെ പണം കൊണ്ടൊന്നും തോപ്പിക്കാൻ പറ്റില്ല. പക്ഷേ എത്ര ക്രൂരമായിട്ടാണ് ഫാസിസത്തിന്റെ മുഖം, എത്ര ക്രൂരമാണ്. ഇവരാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇന്ത്യയിൽ പ്രതിപക്ഷം പോലും ഉണ്ടാവില്ല. പ്രതിപക്ഷ നേതാവിനെ ജയിലിലിട്ട് വിഷം കൊടുത്തു കൊന്ന റഷ്യയിലെ പുട്ടിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവർ യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ഇൻകം ടാക്സ് വഴിയൊക്കെ നടത്തിയത്. ആകെ 14 ലക്ഷം രൂപ അങ്ങനെയാണ് ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങളുടെ അക്കൗണ്ടിൽ. അത് ഞങ്ങളുടെ MP ലെവി പോലെ കൊടുത്ത പൈസയാണ്, അല്ലാതെ കള്ളപ്പണമൊന്നല്ല. അതിനാണ് ഞങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്ത് മുഴുവൻ ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി കോൺഗ്രസിനെ പ്രവർത്തിക്കാതിരിക്കുകയാണ്. എന്നിട്ട് അവർ കോടികൾ കൊടുക്കുകയാണ്. അവര് CBI ഉപയോഗിച്ച് ED ഉപയോഗിച്ച് റെയ്ഡ് നടത്തി ആ സ്ഥാപനങ്ങളെ ഭയപ്പെടുത്തി 500ഉം 1000 കോടിയും മേടിച്ച ഫണ്ട് ചെലവാക്കി ഇലക്ഷൻ നടത്തുന്നു. ഞങ്ങൾക്ക് പൊതുസമൂഹം തന്ന കണക്ക്, വൈറ്റ് മണി, അത് ചെലവാക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അത് യാഥാർത്ഥ്യം. അതിനെയൊക്കെ നേരിടും. ഇതിനേക്കാൾ എത്രയോ വലിയ പ്രതിസന്ധി നേരിട്ട് ഒരു നൂറ്റാണ്ട് കാലം നേരിട്ട പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങൾ ആ പ്രതിസന്ധിയെ നേരിടും. ഇപ്പം ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ സജ്ജരാണ്. പണമില്ലാതെയും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ഈ പ്രാവശ്യം കാണിച്ചു കൊടുക്കാം. ഇരട്ട വോട്ട് ഇപ്പോൾ ആറ്റിങ്ങലിൽ 10,000 കണക്കിന് വോട്ട് തെരഞ്ഞു പിടിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്ത് വ്യാപകമായി ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് പുറത്തു കൊണ്ടുവന്നതാണ്. ഈ പ്രാവശ്യവും ഞങ്ങളത് പുറത്തു കൊണ്ടുവരും. എല്ലാ ബൂത്തിലും പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഡബിൾ വോട്ടിന്റെ കോപ്പി ഉണ്ടാവും. ഞങ്ങൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചെയ്തതുപോലെ.